എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ജേണൽ മുതൽ ബാലൻസ് ഷീറ്റ് വരെ ഉള്ളതാണ്. ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന ആൾ ആദ്യമേ എഴുതുന്ന ബുക്കാണ് ജേണൽ. ജേണൽ ഒരു ബുക്ക് മാത്രമാണ്. അതിന് ഡേ ബുക്ക് എന്ന് പറയുന്നു. ലെഡ്ജർ ഫൈനൽ ബുക്കാണ്. അതാണ് അടുത്ത ബുക്ക്. രണ്ട് ബുക്കുകളാണ് മെയിനായിട്ട് എഴുതുന്നത്, ഒരു ബിസിനസ്സുകാരൻ എഴുതുന്നത്. അപ്പോൾ ജേണൽ ഒരു ബുക്കാണെന്ന് മനസ്സിലായി, ലെഡ്ജറും ഒരു ബുക്കാണെന്ന് മനസ്സിലായി. ലെഡ്ജർ എന്ന ബുക്കിൽ അക്കൗണ്ട് എഴുതണം. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കണക്ക് എന്നാണ് അർത്ഥം. അക്കൗണ്ട് എഴുതുക എന്ന് പറഞ്ഞാൽ കണക്കെഴുതുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലെഡ്ജർ എന്ന ബുക്കിൽ ആ ബിസിനസ്സുകാരൻ നടത്തിയ എല്ലാ ട്രാൻസാക്ഷനുകളുടെയും കണക്ക് എഴുതി വെക്കുന്നു. ലെഡ്ജറിന് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് അങ്ങനെ രണ്ട് വശങ്ങളുണ്ട്. ടി ഷേപ്പിലാണ് ലെഡ്ജർ വരയ്ക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഡേറ്റിന് കോളം വേണം, പർട്ടിക്കുലേഴ്സ് അതായത് ഡെബിറ്റ് സൈഡ് ഐറ്റം എഴുതാൻ കോളം വേണം, ജേണൽ എന്ന ബുക്കിൻ്റെ പേജ് നമ്പർ അതായത് ഫോളിയോ നമ്പർ എഴുതുവാൻ ഒരു കോളം വേണം, ഡെബിറ്റിലെ എമൗണ്ട് എഴുതുവാൻ ഒരു കോളം വേണം. അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ 4 കോളങ്ങളും ആ സെയിം കോളം 4 കോളങ്ങൾ റൈറ്റ് സൈഡിലും എഴുതണം. റൈറ്റ് സൈഡിലും അതുപോലെ ഡേറ്റ് വേണം, പർട്ടിക്കുലേഴ്സ് ഐറ്റം എഴുതാൻ കോളം വേണം, ലെഡ്ജർ എന്നുള്ള ബുക്കിൽ ജേണൽ എന്നുള്ള ബുക്കിലെ പേജ് നമ്പർ എഴുതാൻ ജേണൽ ഫോളിയോ വേണം, ക്രെഡിറ്റ് എമൗണ്ട് വേണം. അപ്പം ഡ്യൂവൽ ആസ്പെക്റ്റാണ് എവരി ഡെബിറ്റ് ഹാസ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. ഡെബിറ്റും ഉണ്ട് ക്രെഡിറ്റും ഉണ്ട്. അതായത് ഡെബിറ്റ് ലെഫ്റ്റ് സൈഡാണ്, ക്രെഡിറ്റ് റൈറ്റ് സൈഡാണ്. അങ്ങനെ പഠിക്കണം. ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റങ്ങളും ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റങ്ങളും അതിനെ തരം തിരിക്കാനാണ് ഡെബിറ്റ് ക്രെഡിറ്റ് അഥവാ ടു വേ ബൈ എ എന്ന് പറയുന്നത്. ഡെബിറ്റ് സൈഡിനെ ടു എന്ന പേരിൽ അറിയപ്പെടുന്നു, ക്രെഡിറ്റ് സൈഡിനെ ബൈ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഒരു അക്കൗണ്ട് എഴുതുമ്പോൾ, ഉദാഹരണത്തിന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, ഒരു ഡെബിറ്റിന് ഒരു ക്രെഡിറ്റ് ഉണ്ട്, ഒന്നിന് ഓപ്പോസിറ്റ് മറ്റൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ ലെഡ്ജർ എഴുതുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അങ്ങനെയുള്ള എൻട്രി അക്കൗണ്ട് ആക്കുമ്പോൾ അവിടെ 2 ഐറ്റം ഉണ്ട്, ക്യാഷ് ഉണ്ട്, ക്യാപിറ്റലുണ്ട്. അപ്പോൾ ക്യാഷിന് ഒരു അക്കൗണ്ട് വരയ്ക്കണം, ക്യാപിറ്റലിനും ഒരു അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ ഒരു ജേണൽ എൻട്രി 2 ഐറ്റം വരുന്ന ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്നു, കറസ്പോണ്ടിങ് വരുമ്പോൾ 2 അക്കൗണ്ട് വരയ്ക്കുന്നു. ക്യാഷ് അക്കൗണ്ടും വരയ്ക്കുന്നു, ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന ഹെഡിങ് കൊടുത്തിട്ട് ടി ഷേപ്പിൽ വരച്ച് ലെഫ്റ്റ് സൈഡിൽ 4 കോളവും റൈറ്റ് സൈഡിൽ 4 കോളവും. ജേണൽ ഫോളിയോയ്ക്ക് ഒരു ചെറിയ കോളം മതി. പർട്ടിക്കുലേഴ്സ് എഴുതാനായിട്ട് ഡെബിറ്റും ക്രെഡിറ്റിൻ്റെ പേരെഴുതാൻ വേണ്ടി സ്വല്പം വലിപ്പമുള്ള കോളം വേണം. എമൗണ്ട് കോളം ലെഫ്റ്റിലെയും റൈറ്റിലെയും ഈക്വൽ ആയിരിക്കണം, ഒരു സ്കെയിലിൻ്റെ വീതിയിലുള്ള വലിപ്പത്തിൽ വേണം എമൗണ്ട് കോളം എഴുതാൻ. ഡേറ്റിന് പിന്നെ ഡേറ്റിൻ്റെ അനുസരിച്ച് എഴുതണം. അങ്ങനെ അക്കൗണ്ടിൽ ഏത് അക്കൗണ്ട് എഴുതുമ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ആ അക്കൗണ്ടിൽ ആ അക്കൗണ്ടിൻ്റെ പേര് എഴുതത്തില്ല. അതായത് ക്യാപിറ്റൽ ക്യാപിറ്റലിൻ്റെ അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ ആ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന ആ അക്കൗണ്ടിൻ്റെ പേര് മാത്രമാണ്, അതിനുള്ളിൽ ക്യാപിറ്റൽ എന്നുള്ള പേര് എഴുതത്തില്ല. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ എന്ന് എഴുതത്തില്ല. ആ
ടു ചേർന്ന വശം അതിൻ്റെ ഹെഡിങ്ങിലാണ് ക്യാപിറ്റൽ എന്ന് എഴുതുന്നത്. അപ്പോൾ ആ ടു വശം നമ്മൾ എടുക്കത്തില്ല. ഒരു അക്കൗണ്ടിൽ പോലും ആ അക്കൗണ്ടിൻ്റെ പേര് വരത്തില്ല. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ക്യാപിറ്റലിൻ്റെ ഭാഗം എടുക്കത്തില്ലെങ്കിൽ പിന്നെ ക്യാഷിൻ്റെ ഭാഗമാണ് എടുക്കുന്നത്. ക്യാപിറ്റലിൻ്റെ ഭാഗം 2 ആയതുകൊണ്ട് ക്യാഷിൻ്റെ ഭാഗം ബൈ ആയിരിക്കും. എപ്പോഴും 2 സൈഡ് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും, ബൈ സൈഡ് റൈറ്റ് സൈഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ബൈ ക്യാഷ് എന്ന് എഴുതുന്നു. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആ എൻട്രി ആയി. ഇനി ക്യാഷ് അക്കൗണ്ട് വരച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഏത് അക്കൗണ്ട് വരയ്ക്കുമ്പോഴും ആ അക്കൗണ്ടിൻ്റെ പേര് ആ അക്കൗണ്ടിൽ എഴുതത്തില്ല. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ എന്ന നമ്മളൊരു ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന് അവിടെ പേര് വന്നു. അതുകൊണ്ട് ഇനി അവിടെ ക്യാപിറ്റലിൻ്റെ പേരാണ് വരാനുള്ളത്. ടു ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ 2 എപ്പോഴും ലെഫ്റ്റിലായിരിക്കും, ബൈ എപ്പോഴും റൈറ്റിലായിരിക്കും. അത് തറവായി നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കണം, ഉറച്ചിരിക്കണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ 2 ക്യാപിറ്റൽ എന്ന് ആയി. അപ്പോൾ ഒരു ജേണലിന് 2 അക്കൗണ്ട് നമ്മൾ വരച്ചു. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് എഴുതി, ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ക്യാഷ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ എന്നുമായി. ഇങ്ങനെ മാത്രമേ ഉള്ളൂ എല്ലാ ജേണൽ എൻട്രിയും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കണക്കെഴുതുക. അപ്പോൾ അതിൻ്റെ എത്ര രൂപയ്ക്കാണ് നമ്മൾ ബിസിനസ് തുടങ്ങിയത്? ഇപ്പോൾ 1,00,000 രൂപ കൊണ്ട് ബിസിനസ് തുടങ്ങി. ആ 1,00,000 രൂപ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആ ക്യാപിറ്റലിൻ്റെ പേര് എഴുതത്തില്ല, ക്യാഷ് എന്ന് പറഞ്ഞ് ആ 1,00,000 രൂപ എഴുതും. അതുപോലെ ക്യാഷ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ആ 1,00,000 രൂപ എഴുതും. അപ്പോൾ ആ അക്കൗണ്ട് തീർന്നു. അപ്പോൾ നമ്മളവിടെ ലെഡ്ജർ അക്കൗണ്ട് പഠിക്കുമ്പോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കണക്കെഴുതുകയാണ്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണോ നമ്മുടെ ഇടപാടുകൾ നടത്തുന്നത് അതായിരിക്കും. ക്യാപിറ്റൽ മുതൽ മുടക്ക്, അപ്പോൾ ഒന്ന് അതാണ്. രണ്ടാമത് ക്യാഷ് മുടക്ക്, ക്യാഷ്. അപ്പോൾ അങ്ങനെയാണ്, അതാണ്. അപ്പോൾ ഏതൊരു സാലറി കൊടുത്താലും സാലറീസ് അക്കൗണ്ട് അറ്റ് സാലറിയും ക്യാഷും. അങ്ങനെ ഓരോ അക്കൗണ്ടും നമ്മളെ ലെഡ്ജർ എന്നുള്ള ബുക്കിൽ 2-ലും ബൈയിലും എഴുതുന്നതിനെയാണ് ലെഡ്ജറിൽ അക്കൗണ്ട് ചെയ്യുക, കണക്കെഴുതുക എന്ന് പറയുന്നത്. അതിനുശേഷം ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻ, ഒരുപാട് ക്യാഷ് അക്കൗണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഒരുപാട് ക്യാഷ് ട്രാൻസാക്ഷൻസും ബാങ്ക് ട്രാൻസാക്ഷനും കാണും. എത്ര പ്രാവശ്യം അതുണ്ടോ അത് മുഴുവനും അതിനകത്ത് എഴുതിയിട്ട് അക്കൗണ്ട് കൂട്ടി കുറച്ചെടുക്കണം. 2 വശവും കൂട്ടി നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു വശത്ത് കുറവായിരിക്കും. അപ്പോൾ ആ വശത്ത് എത്രമാത്രം കുറവുണ്ടോ ആ കുറവ് കണ്ടുപിടിച്ച് എഴുതി കഴിയുമ്പോൾ 2 സൈഡും ടാലിയാവും. ആ കുറവ് ബാലൻസ് ചെയ്യുമ്പോൾ അതിന് ബാലൻസിങ് എന്നാണ് പറയുന്നത്. കണ്ടുപിടിച്ചെഴുതുന്ന ബാലൻസിനെ ക്യാരി ഡൗൺ, കണ്ടുപിടിക്കുന്നതിന് ക്യാരി ഡൗൺ എന്നും, അത് നെക്സ്റ്റ് ലൈനിലോട്ട് ഇറക്കി ഇടുമ്പോൾ അതിനെ ബ്രോഡ് ഡൗൺ എന്നും പറയുന്നു. റൈറ്റിലാണ് ക്യാരി ഡൗൺ എങ്കിൽ ലെഫ്റ്റിലായിരിക്കും ബ്രോ ഡൗൺ, ലെഫ്റ്റിലാണ് ക്യാരി ഡൗൺ എങ്കിൽ റൈറ്റിലായിരിക്കും ബ്രോ ഡൗൺ. അങ്ങനെ അക്കൗണ്ടുകൾ എഴുതി കൂട്ടി ഡിഫറൻസ് കണ്ടുപിടിച്ച് എഴുതി 2 സൈഡും ഈക്വലാക്കണം. ഈക്വലാണ് അവിടുത്തെ ഏറ്റവും പ്രധാനം. ഈക്വലായി വേണം തുക, അതായിരിക്കും അവിടുത്തെ പ്രാധാന്യം. അപ്പോൾ ഏത് വശത്ത് കുറവുണ്ടോ അവിടെ ഡിഫറൻസ് ഇട്ട് എഴുതി ആ അക്കൗണ്ട് ടാലിയാക്കി അപ്പുറവും ഇപ്പുറവും ടാലിയാക്കി കിട്ടുന്ന വ്യത്യാസത്തിനെയാണ് ബാലൻസ് എന്ന് പറയുന്നത്. കണ്ടുപിടിച്ച് കിട്ടുന്ന ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയും, കണ്ടുപിടിക്കുന്നതിൻ്റെ പേര്. അത് റൈറ്റിലാണ്, ബ്രോ ഡൗൺ ചെയ്യുന്നത് ലെഫ്റ്റിലായിരിക്കണം. ലെഫ്റ്റിലാണ് കുറവെങ്കിൽ അത് ബ്രോ ഡൗൺ ചെയ്യുമ്പോൾ റൈറ്റിലായിരിക്കും, തിരിച്ചും മറിച്ചും അങ്ങനെ വരുന്നു. അങ്ങനെയാണ് ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത്. അപ്പം ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ജേണൽ ഒരു ബുക്കാണ്, ആ ലെഡ്ജർ ഒരു ബുക്കാണ്. ലെഡ്ജർ എന്ന ബുക്കിലാണ് അക്കൗണ്ടുകൾ വരയ്ക്കുന്നത്. ഒരു വർഷത്തെ ഒരുപാട് അക്കൗണ്ടുകൾ കാണും, അതെല്ലാം ലെഡ്ജർ അക്കൗണ്ടിൽ വരയ്ക്കണം, ടോട്ടൽ ചെയ്യണം, ബാലൻസ് ചെയ്യണം. കിട്ടുന്ന ബാലൻസ് കണ്ടുപിടിക്കുന്ന ബാലൻസ് കൂടി എഴുതി ആ അക്കൗണ്ട് ടാലിയാക്കണം. കണ്ടുപിടിക്കുന്ന ബാലൻസിന് ക്യാരി ഡൗൺ എന്നും, ക്യാരി ഡൗൺ റൈറ്റിലാണെങ്കിൽ അത് ലെഫ്റ്റിലെ ബ്രോ ഡൗണാക്കി എഴുതണം. അപ്പോൾ അവിടെ അക്കൗണ്ടും തീർന്നു. അപ്പം ജേണലായി, ലെഡ്ജറായി, ടോട്ടലിംഗ് ആയി, ടാലി ചെയ്തു, ബാലൻസിങ് ആയി. ഇനി ഇങ്ങനെ കിട്ടുന്ന ബാലൻസ് വെച്ച് നമ്മളൊരു ട്രയൽ ബാലൻസ് കണ്ടുപിടിക്കണം. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന അക്കൗണ്ടുകളുടെ ബാലൻസ് എഴുതി വെക്കുന്ന കണക്കുകളാണ്. അപ്പം ക്യാരി ഡൗൺ റൈറ്റിലാണെങ്കിൽ ബ്രോ ഡൗൺ ലെഫ്റ്റിലായിരിക്കും വരുന്നത്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു, അതിനകത്ത് ബൈ ക്യാഷ് എന്നെഴുതി ടോട്ടൽ ചെയ്ത് 2 വർഷവും ഈക്വലാക്കി ലെഫ്റ്റ് സൈഡിലാണ് ടു ബാലൻസ് ക്യാരി ഡൗൺ ഇല്ലാത്തത്. അത് ബ്രോ ഡൗൺ ചെയ്യുമ്പം റൈറ്റ് സൈഡിലോട്ടാണ് ബ്രോ ഡൗൺ ചെയ്യുന്നത്. അപ്പം ക്യാപിറ്റലിന് ട്രയൽ ബാലൻസ് എഴുതുമ്പോൾ ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ട് ട്രയൽ ബാലൻസിന് 2 കോളമുണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും വരയ്ക്കണം. അതിൽ ബ്രോ ഡൗൺ ചെയ്യുന്നത് റൈറ്റിലാണെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് എഴുതി റൈറ്റ് സൈഡിൽ എമൗണ്ട് എഴുതും. എന്നാൽ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ടോട്ടൽ ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, അത് രണ്ട് സൈഡും ഈക്വലാക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ് ക്യാരി ഡൗൺ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അത് ബ്രോ ഡൗൺ ചെയ്യും. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് ക്യാഷ് എന്ന് എഴുതി ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ ക്യാഷിൻ്റെ എമൗണ്ട് എഴുതും. അപ്പം റൈറ്റ് സൈഡിൽ ക്യാപിറ്റൽ 1 ലക്ഷമായി, ലെഫ്റ്റ് സൈഡിൽ ക്യാഷ് 1 ലക്ഷമായി, രണ്ടും ഈക്വലായി. അപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുന്ന ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്നത് ലെഫ്റ്റിലാണെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് എഴുതും, റൈറ്റിലാണ് ബ്രോ ഡൗൺ എങ്കിൽ റൈറ്റ് സൈഡിൽ അതിൻ്റെ ബാലൻസ് എഴുതും. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ അപ്പുറവും ഇപ്പുറവും ഈക്വലാക്കണം. അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വലാകണം. ട്രയൽ ബാലൻസ് എഴുതുമ്പോൾ ഈക്വലാകും മിക്ക കണക്കിനും. ചില അവസരങ്ങളിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിട്ട് ട്രയൽ ബാലൻസ് ടാലിയാകാതെ വരും. നമ്മുടെ ഈ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസ് എല്ലാം കൂടെ എഴുതുമ്പോൾ ഈ ട്രയൽ ബാലൻസ് കൂട്ടി നോക്കുമ്പോൾ 2 വശവും തുല്യമാകാതെ വരും. അങ്ങനെ വരുവാണേലും എവിടെയാണോ കുറവ് അവിടെ ആ കുറവ് കണ്ടുപിടിച്ചെഴുതി അപ്പുറവും ഇപ്പുറവും ടാലിയാക്കി കണ്ടുപിടിക്കുന്ന ബാലൻസിന് ബാലൻസ് ക്യാരി ഇടണമെന്നും, റൈറ്റ് സൈഡിലാണ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ ട്രയൽ ബാലൻസിനെ ഡിഫറൻസിനെ ബാലൻസ് എന്ന് പറയത്തില്ല, സസ്പെൻസ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ട്രയൽ ബാലൻസിൽ ഡിഫറൻസ് റൈറ്റ് സൈഡിൽ ക്യാരി ഡൗൺ വന്നാൽ ലെഫ്റ്റ് സൈഡിൽ ബ്രോ ഡൗൺ വരണം. അത് സസ്പെൻസ് അക്കൗണ്ട് അങ്ങനെയല്ല, ബ്രോ ഡൗൺ ചെയ്യത്തില്ല. അത് ഡിഫറൻസിന് സസ്പെൻസ് അക്കൗണ്ട് എന്നാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഡിഫറൻസ് കിട്ടുന്നതിന് സസ്പെൻസ് എന്ന് എഴുതി ആ ഡിഫറൻസ് ഇട്ട് കഴിഞ്ഞ് 2 വശവും തുല്യമാക്കണം. ആ സസ്പെൻസ് അക്കൗണ്ട് അതായത് ഡിഫറൻസ്, സസ്പെൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിഫറൻസ് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ അതിൻ്റെ ആ സസ്പെൻസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ അസറ്റ് സൈഡിൽ പോകും. എന്നാൽ ട്രയൽ ബാലൻസ് എഴുതുമ്പം സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റിലാണ് വരുന്നതെങ്കിൽ അത് ബാലൻസ് ഷീറ്റ് എഴുതുമ്പം ലയബിലിറ്റി സൈഡിൽ പോകും. അപ്പോൾ ട്രയൽ ബാലൻസ് എഴുതുമ്പോൾ 2 സൈഡും നമ്മൾ ടാലി ആയില്ലെങ്കിൽ സസ്പെൻസ് ഇട്ട് ടാലി ആക്കണം, എന്നിട്ട് വേണം ബാലൻസ് ഷീറ്റ് എഴുതാൻ. ബാലൻസ് ഷീറ്റ് എഴുതുമ്പോഴും ഇതുപോലെ തന്നെ സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റിലാണെങ്കിൽ അസറ്റ് സൈഡിലും ക്രെഡിറ്റിലാണെങ്കിൽ ലയബിലിറ്റി സൈഡിലും എഴുതി ബാലൻസ് ഷീറ്റ് ടാലി ആക്കണം. അങ്ങനെ ജേണൽ മുതൽ ബാലൻസ് ഷീറ്റ് വരെയുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇതുപോലെയുള്ള ക്ലാസ്സുകളായിരിക്കും അടുത്ത ദിവസങ്ങളിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഇനിയും അടുത്ത ഇതുപോലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എല്ലാം തയ്യാറാക്കുമ്പോൾ ബികോമിൻ്റെ ക്ലാസ്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അപ്രോപ്രിയേഷനും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രയൽ ബാലൻസിൻ്റെ ഡിഫറൻസ് ഓരോന്നും ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്തു കിട്ടുന്ന ബാലൻസ് ക്യാരി ഡൗണും ബ്രോ ഡൗണും വെച്ച് ആ അക്കൗണ്ടിൻ്റെ പേര് എഴുതി എമൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റിലും എഴുതി ട്രയൽ ബാലൻസ് ടാലി ആക്കി വേണം നമ്മളൊരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ. ഈ സസ്പെൻസ് അക്കൗണ്ട് ഇട്ട് ട്രയൽ ബാലൻസ് ടാലി ആക്കാതെ ബാലൻസ് ഷീറ്റ് വരച്ചാൽ ബാലൻസ് ഷീറ്റ് ടാലി ആകത്തില്ല. ട്രയൽ ബാലൻസ് ടാലി ആയെങ്കിൽ മാത്രമേ ബാലൻസ് ഷീറ്റ് ടാലി ആകത്തുള്ളൂ. ട്രയൽ ബാലൻസിന് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസ് എഴുതാതെ ബാലൻസ് ഷീറ്റ് വരച്ചാൽ ബാലൻസ് ഷീറ്റ് ടാലി ആകത്തില്ല, കണക്ക് ശരിയാകത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു ട്രയൽ ബാലൻസ് ടാലി ആക്കാതെ തന്നിട്ടുണ്ടെങ്കിലും തെറ്റിച്ച് ടാലിയാക്കി തന്നാലും അത് കറക്റ്റാക്കി നമ്മൾ ടാലിയാക്കി വേണം ബാലൻസ് ഷീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ജേണൽ മുതൽ ബാലൻസ് ഷീറ്റ് വരെയുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിലും പറഞ്ഞു തരാം. എല്ലാവരും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത്
ജേണൽ പഠിച്ചു. ജേണൽ ഒരു ബുക്കാന്ന് പഠിച്ചു. ലെഡ്ജർ ഒരു ബുക്കാണ്. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കണക്ക് എഴുതുകയാണ്. ലെഡ്ജർ ഡെബിറ്റിലും ക്രെഡിറ്റിലും ഏത് അക്കൗണ്ടിലും അതിൻ്റെ പേര് എഴുതത്തില്ല, അതിന് ഓപ്പോസിറ്റായിട്ടുള്ള പേര് മാത്രമേ എഴുതത്തുള്ളൂ. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ എന്നാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ടു ക്യാപിറ്റൽ എഴുതത്തില്ല. അപ്പോൾ പിന്നെ ടു പോയാൽ പിന്നെ ബൈയേ ഉള്ളൂ, ആ ബൈ മാത്രമേ എഴുതത്തുള്ളൂ. ടു എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിനെ സൂചിപ്പിക്കുന്നു, ബൈ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലായി. ടോട്ടൽ എവിടാണോ അക്കൗണ്ടിൽ കുറവുള്ളത് അവിടെ ബാലൻസ് കണ്ടുപിടിച്ചെഴുതി അക്കൗണ്ട് ടാലി ആക്കണം. ആ ഡിഫറൻസിന് ബാലൻസ് കണ്ടുപിടിക്കുന്നതിന് ക്യാരി ഡൗൺ എന്ന് പറയണം. ക്യാരി ഡൗൺ റൈറ്റിലാണ്, ലെഫ്റ്റിൽ വേണം ബ്രോ ഡൗൺ വരാൻ. ലെഫ്റ്റിലാണ് ക്യാരി ഡൗൺ എങ്കിൽ റൈറ്റിൽ വേണം ബ്രോ ഡൗൺ വരാൻ. ആ ബാലൻസ് വെച്ച് ഒരു ട്രയൽ ബാലൻസ് നമ്മൾ എഴുതണം. ഡെബിറ്റിലെ എമൗണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിൽ ആ ബാലൻസ് വന്ന് ക്രെഡിറ്റിലും എഴുതി ട്രയൽ ബാലൻസ് ടാലി ആണോ നോക്കണം. ടാലി ആകുന്നെങ്കിൽ കണക്ക് ബാലൻസ് ഷീറ്റ് ശരിയാകും. ടാലി ആയില്ലെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് കണ്ടുപിടിച്ച് ടാലിയാക്കി വേണം ബാലൻസ് ഷീറ്റ് ശരിയാക്കാൻ. ഡെബിറ്റ് സൈഡിലാണ് കുറവ് ട്രയൽ ബാലൻസ് എങ്കിൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എഴുതണം, സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ്. ക്രെഡിറ്റ് സൈഡിലാണ് കുറവെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ സസ്പെൻസ് അക്കൗണ്ട് ലയബിലിറ്റി സൈഡിൽ എഴുതണം. എങ്കിൽ മാത്രമേ ബാലൻസ് ഷീറ്റ് ടാലി ആകത്തുള്ളൂ. അങ്ങനെ ബാലൻസ് ഷീറ്റ് നമ്മൾ ടാലി ആക്കണം. ജേണൽ എൻട്രി എഴുതുമ്പോഴും രണ്ട് വശവും ടാലി ആയിരിക്കണം. ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുമ്പം ബാലൻസ് കണ്ടുപിടിച്ച് എഴുതി ടാലി ആക്കണം. ട്രയൽ ബാലൻസ് എഴുതുമ്പം ടാലി ആയില്ലേ സസ്പെൻസ് അക്കൗണ്ട് കണ്ടുപിടിച്ച് ടാലി ആക്കണം. ബാലൻസ് ഷീറ്റ് എഴുതുമ്പോഴും ടാലി ആകണം. അത്രയുമായി കഴിയുമ്പം ജേണൽ മുതൽ ബാലൻസ് ഷീറ്റ് വരെയുള്ള കണക്കുകൾ തീർന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നല്ലൊരു ക്ലാസ്സുമായി നമ്മൾക്ക് കാണാം. ശരി, താങ്ക് യു.